Hi friends, welcome back to Sharika's vlog. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ വാക്സിൻ വിതരണം വേഗത്തിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാകും. അതിനായുള്ള രജിസ്ട്രേഷൻ ഏപ്രിൽ 28 ബുധനാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കോവിൻ പോർട്ടൽ മുഖേനയാണ് ഇത്. കോവിൻ പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്യേണ്ട വിധം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ കോവിൻ പോർട്ടൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ആദ്യം തന്നെ വരുന്ന കോവിൻ പോർട്ടൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ പോർട്ടൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പേജിൽ രജിസ്റ്റർ യുവർസെൽഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഈ കാണുന്ന സ്ക്രീനിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ എന്നുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. OTP വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജാണ് വരുന്നത്. ഒരൊറ്റ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 4 പേരുടെ രജിസ്ട്രേഷൻ ചെയ്യുവാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി രജിസ്റ്റർ മെമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ ഫോട്ടോ ID പ്രൂഫ് എന്ന് കാണാം. ഏത് ഫോട്ടോ ID പ്രൂഫ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ ഏതും. ആർക്ക് വേണ്ടിയാണോ രജിസ്റ്റർ ചെയ്യുന്നത് അവരുടെ ID നമ്പറും പേരും കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ജെൻഡർ കൂടി സെലക്ട് ചെയ്ത് ഇയർ ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ താഴെ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണുവാൻ പറ്റും. ഇനി ഇവിടെ കാണുന്ന ഷെഡ്യൂൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ വരുന്ന ഷെഡ്യൂൾ നൗ എന്നുള്ള യെല്ലോ കളർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബുക്ക് അപ്പോയിൻമെൻറ്റ് ഫോർ വാക്സിനേഷൻ എന്ന പുതിയ പേജ് വരുന്നത് കാണാം. ഇവിടെ നിന്നുമാണ് നമുക്ക് നമ്മുടെ പിൻകോഡ് വെച്ചോ നമ്മുടെ ഡിസ്ട്രിക്റ്റ് വെച്ചോ നമ്മുടെ വാക്സിനേഷൻ സെൻറ്ററിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുവാൻ പറ്റുക. ആദ്യം സെർച്ച് ബൈ പിൻ സെലക്ട് ചെയ്തിട്ട് പിൻ നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നോ വാക്സിനേഷൻ സെൻറ്റർ ഈസ് അവൈലബിൾ ഫോർ ബുക്കിംഗ് എന്നാണ് എഴുതി കാണിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. അതിൽ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നോ വാക്സിനേഷൻ സെൻറ്റർ ഈസ് അവൈലബിൾ ഫോർ ബുക്കിംഗ് എന്നാണ് കാണിക്കുന്നത്. സെൻറ്ററുകൾ അവൈലബിൾ ആകുന്ന മുറയ്ക്ക് നമുക്ക് ഇതിൽ ദിവസവും സമയവും ഒക്കെ സെലക്ട് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഡൽഹിയിൽ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിനേഷൻ സെൻറ്ററുകൾ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് അവിടെ എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അമ്മയുടെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ സ്റ്റേറ്റ് ഡൽഹി എന്നും ഡിസ്ട്രിക്റ്റ് ന്യൂഡൽഹി എന്നും സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ മെയ് 5 മെയ് 6 ഒക്കെ വാക്സിനേഷൻ സെൻറ്ററുകൾ അവൈലബിൾ ആണ് എന്ന് കാണുന്നുണ്ട്. അതിന് താഴെയായിട്ട് അവൈലബിൾ കപ്പാസിറ്റിയും കാണിക്കുന്നുണ്ട്. ഒരു സെൻറ്റർ സെലക്ട് ചെയ്ത് മെയ് 5 എന്ന ഡേറ്റ് കൂടി സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ പേജാണ് വരുന്നത്. ഇവിടെ താഴെയായിട്ട് ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുവാൻ പോകുവാൻ ഉദ്ദേശിക്കുന്ന ടൈം സ്ലോട്ട് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് താഴെ കാണുന്ന കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് കൺഫേം ആകും. അതിനുശേഷം യുവർ വാക്സിനേഷൻ അപ്പോയിൻമെൻറ്റ് ഈസ് കൺഫേംഡ് എന്ന് പറഞ്ഞൊരു പേജ് വരും. ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് കൺഫേം ചെയ്യുന്നില്ല. ശരിക്കും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേജ് വരുമ്പോൾ നമ്മൾ ആ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം വാക്സിനേഷൻ സെൻറ്ററിലേക്ക് ചെല്ലുവാനായിട്ട്. അതല്ലെങ്കിൽ മൊബൈലിലേക്ക് വരുന്ന അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ മെസ്സേജ് കാണിച്ചാലും മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം വീഡിയോയുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.